ഒരു ഭാഗം പ്രമേഹ രോഗികൾക്ക് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അതായത് 3 പ്രമേഹ രോഗികളെ എടുത്തു കഴിഞ്ഞാൽ അതിലൊരാൾക്ക് കണ്ണിന്റെ ഞരമ്പിൽ റെറ്റിനയില് പ്രമേഹം രോഗം മൂലമുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ഇത് തക്ക സമയത്ത് കണ്ടെത്തി ശരിയായ സമയത്ത് ചികിത്സ നൽകിയില്ലെങ്കിൽ പൂർണ്ണമായി അന്ധതയിലേക്ക് വഴുതി മാറാവുന്ന ഒരു രോഗാവസ്ഥയാണ്. ഞാൻ ഡോക്ടർ റോസ്മേരി, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റ്, അഹല്യ ഐ ഹോസ്പിറ്റൽ, പട്ടാമ്പി. ലോകത്തിൽ തന്നെ ഏറ്റവും അതിവേഗം പ്രമേഹ രോഗികൾ കൂടി വരുന്ന രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ തന്നെയും ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള സംസ്ഥാനമോ നമ്മുടെ കേരളം. സർവ്വസാധാരണമായി പ്രമേഹ രോഗികളെ കാണുന്നോണ്ടായിരിക്കണം പ്രമേഹത്തെ മലയാളികൾ പൊതുവെ നിസ്സാരവൽക്കരിച്ച് കാണാറുണ്ട്. പ്രധാനമായും 3 രീതിയിലാണ് പ്രമേഹം കണ്ണിന്റെ ഞരമ്പിനെ ബാധിക്കുന്നത്. 1. ഡയബറ്റിക് മാക്യുലർ എഡീമ. കണ്ണിന്റെ ഞരമ്പിന്റെ നടുഭാഗത്ത് മാക്യുലയിൽ നീര് കെട്ടുന്ന ഒരു കണ്ടീഷനാണത്. 2. പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി. കണ്ണിന്റെ റെറ്റിനയുടെ 4 വശത്തുമുള്ള ചെറു രക്തക്കുഴലിൽ അമിതമായി വരുന്ന ഷുഗർ വന്നടിഞ്ഞ് രക്തക്കുഴൽ ബ്ലോക്ക് വരികയും ബ്ലോക്ക് വന്ന രക്തക്കുഴലിൽ നിന്ന് നിറയെ പുല്ല് പോലെ ചെറിയ ചെറിയ രക്തക്കുഴലുകൾ മുളച്ച് ഇതിന് ബലമില്ലാത്തത് കൊണ്ട് പെട്ടെന്നൊരു ദിവസം ആ മൊത്തം ഞരമ്പ് അങ്ങോട്ട് മറിഞ്ഞു വീഴും. ഇങ്ങനത്തെ പേഷ്യൻസ് ഒക്കെയാണ് പെട്ടെന്നൊരു ദിവസം അയ്യോ കാഴ്ച മങ്ങി, പെട്ടെന്ന് എന്തൊരു കർട്ടൻ വീഴുന്ന പോലെ ബ്ലീഡിങ് വരുന്നു എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസ്. 3. ഇസ്കീമിക് ഒപ്റ്റിക് ന്യൂറോപ്പതി. കണ്ണിന്റെ ഞരമ്പ് റെറ്റിനേനെയും തലച്ചോറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒപ്റ്റിക് നെർവിന് പെട്ടെന്നൊരു നീർക്കെട്ട് വരുന്ന ഒരു കണ്ടീഷനാണത്. ഇത് 3ഉം ചികിത്സിക്കേണ്ടതാണ്. ഡോക്ടറെ വന്ന് കാണുന്നു, ചെറിയൊരു കാഴ്ചക്കുറവുണ്ട്, ഡോക്ടർ പറയുന്നു ഞരമ്പിൽ നീരുണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യണം, ലേസർ ചെയ്യണം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞ രോഗി വിചാരിക്കണു വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ മങ്ങലേ ഉള്ളൂ, പിന്നെ കാണാം. മോന്റെ കല്യാണം കഴിഞ്ഞ് വീട്ടിലെ പശുവിന്റെ പ്രസവം കഴിഞ്ഞ് 2-3 വർഷമൊക്കെ കഴിഞ്ഞ് കാഴ്ച നല്ലോണം മങ്ങുമ്പോഴാണ് പിന്നീട് ഞങ്ങളുടെ അടുത്ത് പലപ്പോഴും വരുന്നത്. അന്ന് ശരിയാണ്, ഞരമ്പിന്റെ നീരിന് ഞങ്ങൾ വീണ്ടും ഇഞ്ചക്ഷൻ ചെയ്ത് ലേസർ ചെയ്താലും ഈ 2-3 വർഷം നീര് കണ്ണിന്റെ ഞരമ്പിൽ വീണ് കഴിയുമ്പോൾ ആ ഞരമ്പിന്റെ അടിത്തട്ടിലെ കോശങ്ങളൊക്കെ പാടുകൾ വീണ് ആദ്യം ചെയ്തിരുന്നെങ്കിൽ, ചികിത്സ എടുത്തിരുന്നെങ്കിൽ കിട്ടാവുന്ന മെച്ചം ഇപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി നേരത്തെ സ്ക്രീൻ ചെയ്ത് കണ്ടെത്തി കറക്റ്റ് സമയത്ത് ചികിത്സ തേടണം എന്ന് പറയുന്നത്. ഡയബറ്റിക് റെറ്റിനോപ്പതി വന്നു കഴിയുമ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ ഇഞ്ചക്ഷൻസും ലേസേഴ്സും ചെയ്യാൻ പറയുന്നത്. വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2 കൂട്ടർ പേഷ്യൻസിനെ ഞങ്ങൾ കാണാറുണ്ട്. പ്രമേഹം തുടങ്ങി 30 കൊല്ലമായി എന്ന് പറഞ്ഞു വരുന്ന പേഷ്യൻസ് ഉണ്ട്. ഞരമ്പിൽ ഒരു പൊട്ടുപോലും ബ്ലീഡിങ് ഇല്ലാണ്ട് വരുന്നവരുമുണ്ട്. ഷുഗർ തുടങ്ങി 5 കൊല്ലമാകുമ്പോഴത്തേക്കും പ്രോളിഫറേഷനും നീരും ആയിട്ട് വരുന്ന പേഷ്യൻസും ഉണ്ട്. നല്ലവണ്ണം ഷുഗർ കൺട്രോൾ ചെയ്ത് കൃത്യമായി ഫോളോ അപ്പിന് വന്ന് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ നേരത്തെ ചികിത്സ തേടുക, ഇല്ലെങ്കിൽ നമുക്കത് ഫോളോ അപ്പ് ചെയ്ത് പോയാൽ മതി. നല്ല രീതിയിൽ കാഴ്ച അവസാന കാലം വരെയും നിൽക്കും. പ്രമേഹമുള്ളവർ, ടൈപ്പ് 2 മുതിർന്നവർക്ക് വരുന്ന പ്രമേഹ രോഗികൾ വർഷത്തിലൊരിക്കൽ ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് സ്ക്രീൻ ചെയ്യണം. നിർബന്ധമായും മരുന്ന് ഒഴിച്ച് കൂടെ ഒരാളെയും കൊണ്ടുവരണം, ഫുൾ ചെക്കപ്പ് ചെയ്യണം. ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ 3 മാസം 4 മാസം ഒന്നുകൂടി ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ വിളിപ്പിക്കും. കുട്ടികൾക്ക് വരുന്ന പ്രമേഹമാണെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിസ് കണ്ടെത്തി 5 കൊല്ലത്തിനകം ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ് ചെയ്യേണ്ടതാണ്. ഫൈനൽ മെസ്സേജ് ഇത്രയേ ഉള്ളൂ. ഡയബറ്റിക് റെറ്റിനോപ്പതിക്ക് എല്ലാ വർഷവും സ്ക്രീൻ ചെയ്യാം. റെറ്റിനോപ്പതി ഉണ്ടെന്ന് നിങ്ങളെ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ തക്ക സമയത്ത് ചികിത്സ തേടുക. അവസാന കാലം വരെയും നിങ്ങളുടെ കണ്ണുകൾ കാഴ്ചയുള്ളതായിരിക്കട്ടെ. താങ്ക് യു.